നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്നേഹം നടിച്ചും പ്രകടിപ്പിച്ചും ഇവിടെയുള്ളവരെല്ലാം നീ കയ്യിലെടുത്തപ്പോ ഓർത്തില്ലല്ലേ നിനക്ക് ഇങ്ങനൊരു ദുർവിധി ഉണ്ടാവാൻ പോകുന്നുള്ള കാര്യം? ഒന്ന് നിന്നേ. നീ എവിടെ പോകുന്നു? ഞാൻ പറയുന്നത് മുഴുവൻ നീ കേട്ടിട്ട് പോയാ മതി. ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ വിഷമം തോന്നുന്ന കാര്യം ഇത്. പക്ഷേ അർച്ചനയെ വെച്ച് അവന്തിക നോക്കുമ്പോ ഇത് അർച്ചനയ്ക്ക് ആവശ്യം തന്നെ. ജീവിതാവസാനം വരെ അർച്ചനയെ കുത്തി നോവിക്കാൻ അവന്തികയ്ക്ക് കിട്ടിയ ഒരേട്. പറഞ്ഞു വരുമ്പോ എനിക്കും നിനക്കും കുട്ടികളില്ല. പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട്, നിനക്കതില്ല. അത് തന്നെയാ അവന്തിക ഇനി ആയുധമായിട്ട് എടുക്കാൻ പോകുന്നത്. കുറച്ചെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ആത്മഹത്യ ചെയ്യും. ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ ചെയ്തേനെ. എന്നെ ഓരോന്നും പറഞ്ഞ് വിഷമപ്പെടുത്തി ആത്മഹത്യ പ്രേരണയ്ക്ക് വന്നതാണെങ്കിൽ അവന്തിയേക്ക് തെറ്റി. എന്റെ ഈ അവസ്ഥ ഓർത്തും ഈശ്വരൻ വിധിച്ച വിധിയോർത്തും എനിക്ക് നല്ല വിഷമമുണ്ടെന്നുള്ളത് സത്യം. എന്ന് കരുതി നിങ്ങളുടെ വാക്കും കേട്ട് ജീവിതം അവസാനിപ്പിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. മക്കളില്ലാത്തവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്, സന്തോഷമായിട്ട് തന്നെ. എനിക്ക് അങ്ങനെ ഒരു വിധിയാണ് ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതെന്റെ വിധിയാണെന്നോർത്ത് ഞാൻ സമാധാനിച്ചോളാം. ഇവിടെ ജീവിക്കണമെങ്കിൽ മക്കള് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറെ മക്കളുടെ സ്നേഹം എന്റെ ഭർത്താവ് എനിക്ക് തരുന്നുണ്ട്, അത് മതി എനിക്ക്. എന്റെ ജീവിതം പഴയതുപോലെ തന്നെ. അതിനടുത്ത് ഒരിക്കൽ പോലും ഈ പേരും പറഞ്ഞു അവന്തിയേക്ക് അർച്ചനെ കുറച്ചുപോലും വിഷമിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ അങ്ങ് മാറ്റിവെച്ചേക്കാം. എനിക്ക് ഈശ്വരൻ തരാത്തതും നിങ്ങൾക്ക് തന്നിട്ട് ഈശ്വരൻ തിരിച്ചെടുത്തതും നിങ്ങളുടെ ഈ മനോഭാവം കൊണ്ട് തന്നെയാണ്. ഇനിയും എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അത് ഭർത്താവിന്റെ അബോധാവസ്ഥയിൽ നിങ്ങൾ കളിച്ച ചീപ്പ് ഡ്രാമയൊന്നുമല്ല. എല്ലാം തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥാവകാശം ഈശ്വരൻ അവന്തിയേക്ക് തന്നിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഏൽപ്പിച്ച് തന്നാലും അവന്തികയുടെ അവസാനം തീരുമാനിക്കുന്നത് ഈ അർച്ചന തന്നെയായിരിക്കും. പറഞ്ഞും മനസ്സിലാക്കിയും മനസ്സ് ശുദ്ധീകരിക്കാൻ എന്നെ കൊണ്ടാവും തോന്നുന്നു. അപ്പൊ പിന്നെ ശരീരശുദ്ധി തന്നെ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. കനലിങ്ങനെ മനസ്സിൽ കിടന്ന് എരിയുമല്ല. തണുത്ത വെള്ളം കൊണ്ട് അതിനെല്ലാം ഒരു ശമനം ഉണ്ടാവട്ടെ. ഈശ്വരവിധി എന്നും പറഞ്ഞ് തകർക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.